ഈ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്നത് ആരാണ്? ഇന്ന് എന്തൊരു ഷോയാണ് അവിടെ നടക്കുകയാണ്. ഇവന്താ സ്വന്തമായിട്ടൊരു സിനിമയും കൊണ്ടാക്കി അഭിനയിക്കുകയാണ് അവിടെ. ടി വി ചാനലുകാരെ എല്ലാം പിടിച്ചു നിർത്തിയിട്ട് ഞാൻ മടങ്ങുകയാണ്, കണ്ണീരോടെ വിട വാങ്ങുകയാണ്, ആ അമ്മയോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. ഇയാൾ ആരാടോ? ഇയാളില്ല തന്നെ, ഈ ഈശ്വരനില്ല തന്നെ ഇവിടെ ഇന്ത്യയിലൊന്നും നടക്കത്തില്ലേ? ഇയാളാരാ? അയൺമാനോ, സൂപ്പർമാൻ, അത് മറ്റേ നേരത്തെ ടി വി സീരിയലിനകത്ത് വന്ന ശക്തിമാനോ? എന്താ തൻ്റെ ഉദ്ദേശം? എന്താ തൻ്റെ പണി? അവിടെ കിടന്ന് കുറേ ശവം മുങ്ങിയെടുക്കുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ വള്ളമൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ അതൊക്കെ തപ്പിയെടുക്കുക, പാലത്തേന്ന് ചാടിയിട്ട് തടി പിടിക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ പണി. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി, ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, അതിനകത്ത് ലോറി കാണാനില്ല. അത് പിടിക്കാനായിട്ട് നിങ്ങളുടെ ഈ ഡൂക്കിലി പരിപാടിയൊക്കെ ആയിട്ട് വന്നാൽ വല്ലതും നടക്കും? നിങ്ങളെ കുറേ ചാനലുകാർ കുറേ പൊക്കിയെടുത്ത് ആകാശത്ത് നിർത്തിക്കാണ്. അതൊന്നും ഈ ഒരു സർക്കാർ അംഗീകരിച്ചു തരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അത്ര വലിയ സൂപ്പർ ഹീറോ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, നേരത്തെ തന്നെ സർക്കാർ, കർണാടക സർക്കാർ നിങ്ങളുടെ സർവീസ് നേടിയെടുത്തേനെ, നിങ്ങൾക്ക് അവസരങ്ങൾ തന്നേനെ, അല്ലെ നിങ്ങൾ ആ ഗവൺമെൻറ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയേനെ. ഇതൊന്നും ആയില്ലല്ലോ. അതുകൊണ്ട് മോൻ തൽക്കാലത്തേക്ക് വീട്ടിൽ പോകും. തൽക്കാലത്തേക്കെന്നല്ല, ഇനി ഇതുപോലത്തെ പരിപാടി കേൾക്കും ടി വി സ്ക്രീൻ്റെ മുമ്പിൽ വന്നേക്കരുത്. വേറെ പണിയൊന്നുമില്ലാതെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും എന്നിട്ട് ഇമോഷനും പറഞ്ഞു 2 ദിവസമായിട്ട് ആ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് അങ്ങ് ആ ബാറ്റ്മാൻ, കറുത്ത ഉടുപ്പ് ബാറ്റ്മാൻ അല്ലേ എടുത്തു, അതൊക്കെ ഇട്ടുണ്ടെങ്കിൽ വന്നിരിക്കുക. ഇനി ഈ ബാറ്റ്മാനും സൂപ്പർമാനും അയൺമാനും ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്കൊരു പേരുകൾ കൊടുക്കാം അല്ലേ? വാട്ടർമാൻ എന്ന് വല്ലതും. നാണമില്ലോടെ കളിക്കുന്നത് ഇവിടെ കിടന്ന് വന്നിട്ട് ആളാകാനായിട്ട്. സ്വന്തം സർക്കാർ, സ്വന്തം നാട്ടിലെ കർണാടക സർക്കാർ നിങ്ങളെ ഓടിച്ച് വീട്ടിൽ കയറ്റിയില്ലേ? ഇത് കൂടുതൽ എന്തൊന്നും നാണക്കേടുണ്ടാകാനായിട്ടാണ്. ഞാൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ, അതായത് 2 മാസം മുമ്പ് അർജുനെ കാണാതെയായ സമയത്ത്, ആ വലിയ മഴയുള്ള സമയത്ത് തന്നെ 3-4 വീഡിയോ ഇട്ടിരുന്നു. ഒരു വീഡിയോയും 3 ഷോട്ടുകളുമാണ്. പലരെയും പരിഹസിച്ചുകൊണ്ടാണ് ഞാനത് ഇട്ടത്. എൻ്റെ കോണ്ടന്റ് എന്തായിരുന്നു? ഈ ചാനലുകാർ സംപ്രേഷണം ചെയ്യുന്ന എല്ലാം ആന മണ്ടത്തരങ്ങളാണ്, ഇതൊന്നും അല്ല വസ്തുതകൾ. വേറൊരു കാര്യം പറഞ്ഞത്, ആ വെള്ളത്തിലും ലോറിയില്ല, കരയിലും ലോറിയില്ല എന്ന് പറഞ്ഞു. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. വേറെ പല വണ്ടികളുടെയും പാർട്ടുകൾ കണ്ടുപിടിച്ചല്ലോ. എന്തുകൊണ്ടാണ് ഈ ലോറിയുടെ പാർട്ട് മാത്രം കണ്ടുപിടിക്കാത്തത്? ഞാൻ ലോറി അവിടെ ഇല്ല, വെള്ളത്തിലും ഇല്ല എന്നുള്ളൊരു ഭാഗം ഞാൻ പറഞ്ഞെങ്കിലും, ഞാനത് തെറ്റാണെന്നും പറയുന്നില്ല, എങ്കിലും ഞാനത് മാറ്റി നിർത്തിയിട്ട് രണ്ടാമത്തെ ഭാഗം പറയുക. ഈ ലോറി വെള്ളത്തിലുണ്ടെന്ന് തന്നെ വിചാരിച്ചു. ഇപ്പോൾ ഇവർ തപ്പുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇന്നലെ ഇന്നുമൊക്കെ തപ്പിയ സ്ഥലം, അവിടെ എങ്ങനെയോ ഈ ലോറി ഇല്ല. ഞാൻ ആവർത്തിക്കുന്നു, ഇപ്പോൾ അവർ തപ്പുന്ന സ്ഥലത്ത് ലോറി ഇല്ല. അതിന് പകരം അവരൊരു 30 മുതൽ 50 മീറ്റർ വരെ താഴേക്ക് മാറി, അതായത് വെള്ളം ഒഴുകി ഒരു സൈഡിലേക്ക് പോകാണല്ലോ. അപ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടായിരിക്കുമോ അല്ലെ വലത്തുനിന്ന് ഇടത്തോട്ട് എന്തും ആയിക്കോട്ടെ, ആ വെള്ളം ഒഴുകി പോകുന്ന ഡയറക്ഷനിൽ 30 മുതൽ 50 മീറ്റർ വരെ മുന്നോട്ട് മാറി തപ്പിക്കഴിഞ്ഞാൽ ആ ലോറി അവിടെ വെള്ളത്തിലുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടും, അല്ലാതെ ഇപ്പം തപ്പുന്നിടത്ത് കിട്ടില്ല. ഇത് എൻ്റെ വാക്കാണ്, എഴുതി വെച്ചോളൂ. ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. കുറച്ച് ഫിസിക്സും ഹൈഡ്രോളിക്സും പിന്നെ കുറച്ച് സ്കൂളിൽ പഠിച്ച ട്രിഗ്നോമെട്രിയും ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഈ ലോറിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഞാനത് അവിടെ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. ഇപ്പോഴും അവിടെ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ മേജറോ കേണലോ റിട്ടയർഡ് കേണലോ ആരും ആയിക്കോട്ടെ, ഇവർക്കാർക്കും തന്നെ ഇതുപോലൊരു ദുരന്തം, അതൊരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിൽ എങ്ങനെ അന്വേഷണം നടത്തണമെന്ന് കാര്യമായിട്ട് വിവരമൊന്നുമില്ല, എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇവർ ഇരുട്ടി തപ്പുന്നത്. ഇവർക്ക് എവിടെ തപ്പണമെന്ന് അറിയത്തില്ല. അവരെല്ലാവരും അങ്ങ് ഇരുട്ടാക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടിയാൽ ഒത്തെങ്കിലും ഒക്കട്ടെ എന്ന് കരുതി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ഒന്ന് സീക്വൻഷ്യലായിട്ടൊന്ന് ഓർത്ത് നോക്കി. ആദ്യം 2 ക്രെയിൻ കൊണ്ടുവന്നു. ആ ക്രെയിൻ ആ ആറ്റുതീരത്ത് നിന്നുകൊണ്ട്, മുകളിൽ നിന്നുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് താഴെ വരെ, വെള്ളത്തിൽ വരെ മുട്ടുന്നുള്ളൂ. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഈ ക്രെയിൻ സഫീഷ്യൻ്റ് അല്ല, ഈ ക്രെയിൻ കൊണ്ട് ഒന്നും നടക്കില്ല. 100-200 അടി വീതിയുള്ള നദിയിൽ ഇവന്മാർ ഈ മുകളിൽ നിന്നുകൊണ്ട് 50 അടി നീളമുള്ള ക്രെയിനും തള്ളിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? അന്ന് ഞാൻ പറഞ്ഞതാണ് അവിടെ ട്രഡ്ജർ കൊണ്ടുവരണമെന്ന്. ഞാൻ പറയുന്നു, എൻ്റെ 3-4 വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാൻ പറഞ്ഞിരുന്നതാണ് ട്രഡ്ജർ കൊണ്ടുവരണം. ഇപ്പോൾ ഇതാ ട്രഡ്ജർ എത്തിയെങ്കിലും ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാന്തിയിട്ടും കാര്യമായിട്ടൊന്നും ഒരു മണ്ണൊന്നും തപ്പാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല.
എൻ്റെ ഇപ്പോഴത്തെ സംശയം, ഈ ചാനൽ റിപ്പോർട്ടർമാർ മണ്ടന്മാരാണോ അതോ പ്രേക്ഷകരായ കേരളത്തിലെ ജനങ്ങളെല്ലാവരും മണ്ടന്മാരാണോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു ഈ ചാനൽ റിപ്പോർട്ടർമാർ മണ്ടന്മാരാണ്, ഇവന്മാർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ അവരുടെ സാറ് പറഞ്ഞല്ലോ, അവരുടെ ബോസ് പറഞ്ഞില്ല, അവരെന്തൊക്കെയോ വാർത്തകൾ പടച്ചുണ്ടാക്കുന്നു, അത് സംപ്രേഷണം ചെയ്യുന്നു, അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് പരസ്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അബദ്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വേറൊരു സംശയം, ഇവന്മാർ സ്മാർട്ടല്ലേ? ഇതുപോലുള്ള വാർത്തകൾ ഇട്ടാലേ കേരളത്തിലെ ജനങ്ങൾ ടി വിക്ക് മുമ്പിൽ ഇരിക്കുകയുള്ളൂ എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ഇവന്മാർ തന്നെ കുറേ പൊട്ടക്കഥകൾ ഉണ്ടാക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആ കറുത്ത ടൈറ്റ് ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്ന ആ സിംസൂട്ട് ഇട്ടുകൊണ്ട് വന്ന ഈശ്വർ മാൽപ്പയെ ഇങ്ങനെ പൊക്കി കാണിക്കുമോ? തലയിൽ അല്പമെങ്കിലും മണ്ടയിൽ എന്തെങ്കിലും ഒരു തലച്ചോറെന്ന് പറയുന്ന സാധനം ഉള്ളവന്മാരാരെങ്കിലും അയാളുടെ ഇമോഷൻസ് ഇവിടെ പകർത്തിയെടുത്ത് നമ്മുടെ മുമ്പിൽ എത്തിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവരുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്ന ഈ പ്രേക്ഷകരായ, ഞാൻ മണ്ടനാണെന്നും പറയത്തില്ല കേട്ടോ, ഇത് കാണാനിരിക്കുന്നവർ, സോറി നിങ്ങളെ എനിക്ക് മണ്ടനെന്ന് വിളിക്കേണ്ടി വരികയാണ് ഈ പൊട്ടക്കഥ കേൾക്കാൻ ഇരുന്ന് കൊടുത്താൽ. ഇത് കാണാൻ ആളില്ലെങ്കിലുണ്ടല്ലോ, ഇവന്മാർ ഈ പണിയൊക്കെ നേരത്തെ നിർത്തിയാൽ, എന്നിട്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടി സംപ്രേഷണം ചെയ്തേനെ. ഇവിടെ ഇക്കിളിക്കഥകളും ക്രൈം സ്റ്റോറികളും ഒക്കെ മതിയ ആൾക്കാർക്ക്. അതുകൊണ്ടല്ലേ ഈ ഈശ്വർ മാൽപ്പയുടെ പുറകെ പിന്നെയും പോയിരിക്കുന്നത്.